ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനു ഭയങ്കര സങ്കടത്തിലാണ്. കാരണം നമ്മുടെ ഗോമതി സ്റ്റോറി പോയിട്ട് പൈസയൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ ശ്രീകലയാണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഉദയേട്ടാ വല്ലാണ്ടിരിക്കുന്നത്, എന്താ നിങ്ങൾക്കൊരു വിഷമം പോലെ, പോയ കാര്യമൊന്നും നടന്നില്ലടി. എന്ത് കാര്യത്തിൽ നിങ്ങൾ പോയത്? അല്ലെന്നേ, ഇന്ന് കുറച്ച് കാശ് കിട്ടാൻ വകയുണ്ടായിരുന്ന വകുപ്പായിരുന്നു, ഒന്നും കിട്ടിയില്ല. അതെന്താ അങ്ങനെ? എനിക്കറിയില്ല, ജസ്റ്റ് മിസ്സ്, ഒരു 5 മിനിറ്റ് താമസിച്ചു പോയി. അതിന് മുന്നേ ചെന്നിരുന്നെങ്കിൽ ഒരു 10-35,000 രൂപ കയ്യിൽ വന്നേനെയായിരുന്നു. അതെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാശൊക്കെ കൊണ്ടുവരുന്നല്ലോ, ഇതൊക്കെ എവിടെ നിന്നാണ്? അതൊക്കെ ഒരു ഭാഗ്യമാടി. അത് പിന്നെ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴേ ഇനിയിപ്പോൾ ഈ മാസം മുതൽ ചില നാളുകാർക്കെല്ലാം ചില കന്നിക്കൂറും ഒക്കെ മാറി വരെയല്ലേ, ഭാഗ്യം വരുമോ, അതിലൊരാളാണ് ഞാൻ. അതാ എനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ, നിങ്ങൾ നേരായ വഴിയിൽ പൈസ ഉണ്ടാക്കില്ല എന്ന് എനിക്കറിയാം. എന്തോ ഉടായ്പ വഴിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം. എന്തെങ്കിലും കൊണസ്റ്റ് കാണിച്ചിട്ട് പ്രശ്നങ്ങളായിട്ട് ഇവിടെ വന്നാലുണ്ടല്ലോ, നിങ്ങൾക്ക് ആരാ മനുഷ്യ പൈസ തരാനിരിക്കുന്നത്? നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനല്ലേ ഉള്ളൂ. അതൊക്കെ ഉണ്ടടി, വരും. എന്തായാലും എൻ്റെ ഇന്നത്തെ കാര്യം ആകെ കുഴപ്പമായി, പോയതൊന്നും നടന്നുമില്ല. ഇനി ഞാനത് നോക്കിക്കൊള്ളാം. എന്തായാലും 10-35,000 കയ്യിൽ നിന്ന് പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ ആവട്ടെ. അപ്പോൾ വീണ്ടും നമ്മുടെ ശ്രീകല എന്താ വേണോട്ടെ, ഇങ്ങേർക്കിത് എവിടെ നിന്നാണ് ഇത്രയും കാശും? അതന്നെ അവരവിടെ 1-2 പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ദേവമംഗലത്ത് ബാലനും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ അവരൊക്കെ ഇങ്ങനെ പരസ്പരം സംസാരിച്ച് രസിച്ചൊക്കെ ഇരിക്കുകയാണ്. പോരാഞ്ഞിട്ട് ദേവി കടയിലെ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേവിയുടെ ഇന്നത്തെ കണക്ക് കറക്റ്റാണോ എന്നൊക്കെ എല്ലാവരും കളിയാക്കുക. കറക്റ്റാണ്, ഇന്ന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. കാരണം ഇന്ന് ഉദയഭാനു കടയിൽ ചെന്നിട്ടില്ലല്ലോ, ചെന്നോ പൈസ കിട്ടിയില്ലല്ലോ, അയാൾക്ക് എടുക്കാനും പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ദേവിയുടെ കണക്ക് കറക്റ്റായിരുന്നു. ദേവി എല്ലാവരും കൂടെ കളിയാക്കുകയും ചെയ്യാണ് കേട്ടോ. ആ സമയത്താണ് ബാലൻ പറയുന്നുണ്ട്, അതെ, എല്ലാവർക്കും ഞാനൊരു ജാഗ്രത തരാം. അലോകിൻ്റെ കാര്യം അറിയാമല്ലോ, അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആകെ പ്രശ്നങ്ങളുണ്ടാക്കും, അല്ലെങ്കിൽ തന്നെ അവൻ്റെ അച്ഛൻ കിടന്ന് പ്രശ്നങ്ങളുണ്ടാക്കാനും വഴി. അതുകൊണ്ട് പുറത്ത് പോകുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഒരു ജാഗ്രത വേണം കേട്ടോ. അലോകിനെ പേടിക്കാൻ എന്തിരിക്കുന്നു എന്ന് ആര്യം ചോദിക്കുകയാണ്. അപ്പം തന്നെ ഗോമതി പറയണതേ, നീ അങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട, അച്ചുവേട്ടൻ അടങ്ങിയിരിക്കില്ല, എന്തെങ്കിലും പണി നിങ്ങൾക്കെതിരെ ഉണ്ടാക്കും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം തന്നെ നമ്മുടെ ആനന്ദും പറയാം, എന്തിനാ ഇങ്ങനെ പേടിക്കണേ, അവൻ്റെ കാര്യം കഴിഞ്ഞില്ല, അവനെ പിടിച്ച് ജയിലിലാക്കിയത് തന്നെ വളരെ നല്ല കാര്യം, അഹങ്കാരം പിടിച്ചവൻ എന്നൊക്കെ ഇവർ പരസ്പരം പറഞ്ഞ് നല്ല ഇരിക്കുക കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ആര്യനോട് വീണ്ടും നമ്മുടെ ഗോമതി എടുത്തു പറയുക. കാരണം ആര്യന് ഇച്ചിരി എടുത്തുചാട്ടം കൂടുതലല്ലേ, എടുത്ത് പറയാണ്, എടാ ആര്യ, നിൻ്റെ അടുത്താണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഈ ഡെലിവറി ആയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ വണ്ടിയിൽ പോകുമ്പോഴും വളരെ സൂക്ഷിക്കണം, ഒരു ശ്രദ്ധ എപ്പോഴും വേണം. അമ്മ വിഷമിക്കാതെ, അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഡെലിവറി കൊണ്ടുപോകുന്ന പണിയൊക്കെ ഞാനങ്ങ് നിർത്താൻ പോവാം. അതെന്താടാ, നീ ജോലി നിർത്തിയോ? പുതിയ ജോലി എന്തെങ്കിലും ആയോ? അമ്മേ, ട്രാവൽസ് തുടങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം, അതാ. അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ട, ആകാശും ആനന്ദൊക്കെ, നിനക്ക് ലോണൊക്കെ ശരിയായോ? ചിലതൊക്കെ ആയി വരും, ഒന്നും ആയിട്ടില്ല, അതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ആകാശ് പറയാം, എൻ്റെ ഒരു കൂട്ടുകാരനെ പാർട്ടി ബേസിലുണ്ട്, ഞാനൊന്ന് സംസാരിച്ചാൽ അങ്ങനെ എന്തെങ്കിലും കുറച്ച് പൈസ നിനക്ക് ലോൺ എടുത്ത് തരാൻ വേണ്ടി സംസാരിക്കട്ടെ? ഒന്നും വേണ്ടെന്നേ. അപ്പോൾ ബാലനും പറയണ്ടേ, ഒന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. എന്താ വെച്ചാൽ അപ്പോൾ ഗോമതി പറയണത്, ബാലേട്ട നല്ലൊരു കാര്യത്തിനല്ലേ, ലോണ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, എന്ത് കാര്യത്തിനായാലും മറ്റുള്ളവരെ ആശ്രയിച്ച് ചെയ്യുന്ന കാര്യമൊന്നും നിലനിൽക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. അവനവൻ തന്നെത്താനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവനവന് സ്വന്തമായിട്ടൊരു കഴിവുണ്ടാവണം, അല്ലാതെ അവർ തരും ഇവർ തരും എന്നൊന്നും പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് ബാലൻ. അപ്പം ഗോമതിയും പറയാം, എന്തിനാ ബാലേട്ടൻ ഇങ്ങനെ അവനെ പിന്തിരിപ്പിക്കുകയല്ലടി, പഠിക്കേണ്ട സമയത്ത് പഠിക്കണമായിരുന്നു, ഇല്ലെങ്കിലേ ഇങ്ങനെയൊക്കെ തെണ്ടിക്കൊണ്ട് നടക്കണം, കണ്ടില്ലേ? അപ്പോൾ തന്നെ ഉടനെ നമ്മുടെ ആര്യം പറയണം, അച്ഛൻ എന്തുദ്ദേശിച്ചാണ് പറയണത്? ഞാൻ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ടുമുണ്ട്, പിന്നെ എനിക്കിപ്പോൾ ട്രാവൽസ് തുടങ്ങണമെന്നാണ് ആഗ്രഹം. പിന്നെ അല്ലെങ്കിൽ തന്നെ എനിക്ക് അതിപ്പോൾ ശരിയായില്ലെങ്കിലും എനിക്കിപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ. എന്ത് ജോലി? ഡെലിവറി ബോയ് കേട്ടോ. കുറേ വണ്ടി എടുത്ത് ട്രാവൽ ഏജൻസി നടത്തി, അല്ലെങ്കിൽ ഫുഡ് കൊണ്ട് കൊടുക്കുക, ഇതൊക്കെയാണ് അവിടെ യഥാർത്ഥ പണി എന്ന് പറയുന്നത്. അപ്പോൾ ഗോമതി ഇങ്ങനെ, എന്താ ബാലട്ടെ ഇങ്ങനെ പറയണം, ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വം ഇല്ലേ? ഉണ്ടായിരിക്കും, പക്ഷേ ഇവൻ അതിൻ്റെ എന്തിൻ്റെ കേടാ? ഇവനിപ്പോൾ ഇതിൻ്റെ ചുമന്നോട് അടയ്ക്കേണ്ട കാര്യം ഉണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത്. ഇവനെ ഒരു IPS കാരനായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവനത് നേടിയെടുത്ത് തന്നോ? ഇല്ല. എന്നിട്ട് ഊരാകുളം ചുറ്റിക്കൊണ്ട് നടക്കുന്നു. അച്ഛൻ എന്തെങ്കിലും എൻ്റെ ആഗ്രഹം അച്ഛൻ അന്വേഷിച്ചിട്ടുണ്ടോ? എനിക്ക് എന്താഗ്രഹമെന്ന്? നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ തന്നെയല്ലേ നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? അങ്ങനെയല്ല, മക്കളുടെ മനസ്സിൽ എന്താ ആഗ്രഹം, അവർക്ക് എന്തായി തീരണം, അതിന്ന് വരെങ്കിലും അച്ഛൻ അന്വേഷിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞ് 1-2 പേര് അങ്ങോട്ട് തുടങ്ങി, പഴയ പോലെ തന്നെ.
അപ്പോൾ തന്നെ ബാലചന്ദ്രൻ എന്താണ് നിൻ്റെ മനസ്സിലാഗ്രഹം, എന്തായിരുന്നു, എന്നാൽ പിന്നെ പറ അച്ഛാ അത് എന്നും പറഞ്ഞ് വാ തുറക്കണതും നമ്മുടെ മീനാക്ഷിയും ദേവിയൊക്കെ കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആര്യനെ പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. മതി നിർത്തുന്നുണ്ടോ, എപ്പം നോക്കിയാലും അച്ഛനും മോനും കൂടി ഇവിടെ വഴക്കാം. അപ്പോൾ ഗോമതിയും പറയുന്നുണ്ട് കീരിയും പാമ്പും പോലെ കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങളിങ്ങനെ തമ്മി തല്ലിയും വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ എന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ വഷളാവണ്ടെന്ന് വെച്ചവർ അങ്ങനെ പറയാം കേട്ടോ. അവസാനം നമ്മുടെ ബാലനൊരു വാക്ക് പറഞ്ഞിട്ട് പോവാ. ഓരോ അച്ഛനമ്മമാർക്കും മക്കളെക്കുറിച്ച് ഓരോ സ്വപ്നങ്ങളുണ്ടാവും. പക്ഷെ അവർ കാട്ടിക്കൂട്ടുന്നതോ പറയാല്ല, വിധി അല്ലാതെ എന്ത് ചെയ്യാൻ, വിധി എന്ന് പറയാം, അല്ലാതെ സമാധാനിക്കാനല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരു നെടുവീർപ്പിട്ട് ബാലൻ വല്ലാത്ത സങ്കടത്തോടെ അകത്തോടെ കയറി പോവാട്ടോ. അത് നമ്മുടെ അനുമോളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അനുമോളും ഇപ്പോൾ ആ ഒരു സ്റ്റേജിലാണല്ലോ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാതെ അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തതും പ്രശ്നങ്ങളൊക്കെ ആയതും. അത് ആര്യം ശ്രദ്ധിക്കുകയാണ്. ആര്യം ചെന്ന് അടുത്ത് നിന്നിട്ട് പറയാം, എൻ്റെ പൊന്നു മോളെ, അച്ഛൻ പറയുന്നത് കേട്ട് നീ വിഷമിക്കല്ലേ, ഇപ്പം അച്ഛൻ താങ്ങിയിട്ട് പോയത് നിന്നെയല്ല എന്നെയാണ്, അതുകൊണ്ട് നീ പ്രയാസപ്പെടണ്ട കേട്ടോ, എൻ്റെ പുന്നാര കുട്ടിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അനുമോളെ പോയി കൊഞ്ചിക്കുകയൊക്കെ ചെയ്യാണ്. ഇതെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് ചെന്ന് കയറണം ആകാശ് മീനാക്ഷിയോട് സംസാരിക്കുമ്പോൾ ആകാശ് അച്ഛനെ കുറ്റപ്പെടുത്തുക. ഈ അച്ഛൻ എന്ത് പണിയാ, എപ്പം നോക്കിയാലും ആര്യനോട് കുറ്റം പറിച്ചിൽ. ആര്യൻ നല്ലൊരു കാര്യത്തിന് ഇറങ്ങാൻ പോവുമായിരുന്നു, അതിനും കുറ്റം പറിച്ചിൽ. അവനൊരു ലോൺ എങ്ങനെയെങ്കിലും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതും സമ്മതിക്കത്തില്ല. അച്ഛനല്ലെങ്കിൽ മക്കളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചിന്തിക്കാൻ പണ്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല. ആര്യനെ IAS GS ഒന്നും അവനല്ല ആഗ്രഹം, അവന് വേറെന്തോ ആണ് മനസ്സിൽ വലിയ ആഗ്രഹമായിട്ട് കൊണ്ടു നടന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് നടപ്പാക്കി കൊടുക്കുകയല്ലേ ഒരു അച്ഛൻ ചെയ്യേണ്ടത്. ഇവിടെ അച്ഛൻ തന്നെ ഒരു കാര്യം അങ്ങ് തീരുമാനിക്കും, മനസ്സിൽ സങ്കല്പിക്കും, അത് മക്കളങ്ങ് സാധിച്ചു കൊടുക്കണം. അതാണ് ഇവിടുത്തെ അടിമപ്പണി. ഭൂമി ഒരു അച്ചുതണ്ടിൽ മേലെ കറങ്ങുന്ന പോലെയല്ലേ ആകാശം ചോദിക്കുക. ഭൂമിക്ക് സ്വന്തമായിട്ട് പറയാനെങ്കിലും ഉണ്ട്, ഞാൻ സ്വന്തം അച്ചുതണ്ടിൽ നിന്നാണ് കറങ്ങുന്നതെങ്കിൽ. ഇവിടെ അങ്ങനെയല്ല, ബാലൻ്റെ അച്ചുതണ്ടിൽ നിന്ന് മറ്റുള്ളവരാ കറങ്ങേണ്ടത്. അയ്യോ എൻ്റെ ആകാശേ, പാവം അച്ഛനെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ. എല്ലാ അച്ഛന്മാരും ഇങ്ങനെ തന്നെയാണ്, അവരവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഇഷ്ടങ്ങളും മക്കൾ നടത്തി കൊടുക്കണമെന്നൊരാഗ്രഹം കാണില്ലേ. ഇതൊക്കെ പോട്ടെ, കുറേ നേരമായിട്ട് ആര്യനെയും അച്ഛനെയും കുറ്റം പറയുന്നുണ്ട്. ഈ പറയുന്ന ആളിൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വരെയെങ്കിലും അച്ഛൻ ചോദിച്ചിട്ടുണ്ടോ? അതിന് സ്വന്തമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലല്ലേ എന്ന് പറഞ്ഞ് ആകാശിനെ കളിയാക്കട്ടോ. അപ്പോൾ ആകാശ് പറയാം, ഞാൻ പഠിക്കാൻ മിടുക്കനായിരുന്നു, അച്ഛനെ എന്നോട് ഇന്ന് വരെയും ചോദിച്ചിട്ടില്ല എന്താഗ്രഹമാണ് എനിക്കുള്ളതെന്ന്. എന്ത് മിടുക്കൻ, +2ൻ്റെ മാർക്ക് ഞാൻ നന്നായിട്ട് കണ്ടതാ. തന്നെ നല്ല പോലെ പഠിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം വരുന്നത്. അച്ഛനെ എനിക്കാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് വലിയ ഇഷ്ടമായിരുന്നു. അച്ഛൻ എന്നെ കൊണ്ട് ചേർത്ത് എന്താണെന്നറിയോ, മെക്കാനിക്കൽ. ശരിയാവോ? ഇതാ കുഴപ്പം, എൻ്റെ ആഗ്രഹത്തിനല്ലായിരുന്നു വില, അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്നും പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ട് കേട്ടോ. അവസാനം മീനാക്ഷി എടുത്ത് നമ്മുടെ ആകാശ് പറയാം, ഒരു കാര്യം ചെയ്യും, നമുക്ക് കിടന്നുറങ്ങാം. ഇനിയിപ്പോൾ അതും പറഞ്ഞിട്ട് കാര്യമില്ല. ആകാശേ, എനിക്ക് കുറച്ച് ദിവസമായിട്ടൊരു സംശയമുണ്ട്, ഞാൻ ചോദിക്കട്ടെ? എന്താ പറഞ്ഞു? നമ്മുടെ ആനന്ദേട്ടനും ദേവിയേട്ടനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ തമ്മിൽ കണ്ണിൽ കണ്ടാൽ അത്ര സ്നേഹമൊന്നുമില്ല. ആനന്ദേട്ടനും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇനി അന്ന് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത് ദേവിയേട്ടി കാരണമാണെന്നാ വിചാരിച്ചിട്ടല്ലേ ഇത്രയും നാൾ ആനന്ദേട്ടൻ നടന്നത്? അതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ആകാശെ, നമുക്ക് ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കണം. അലോകാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയെടുത്തൊരു സ്നേഹം ഉണ്ടാവും. മിണ്ടാതിരുന്നോ മീനാക്ഷി, ഇപ്പോൾ കുടുംബം ഒന്ന് സമാധാനത്തോടെ പോവാ. നിനക്കേ ആനന്ദേട്ടൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയില്ല, ആള് പാവമാ, ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. പക്ഷേ തന്നെ ചതിച്ചു എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് കണ്ടാൽ ആനന്ദേട്ടൻ ഞങ്ങളെപ്പോലെയല്ല, അവരെ പിന്നെ കൊല്ലുന്നത് വരെ, അവരവസാനം കാണുന്നത് വരെ വെറുപ്പും വിരോധവും, എങ്ങനെയെങ്കിലും അവരെ തകർക്കാനേ നോക്കുള്ളൂ. അതാണ് ആനന്ദേട്ടൻ്റെ സ്വഭാവം. ആൾ മാക്സിമം ക്ഷമിക്കും, പഞ്ചപാവമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ക്ഷമിക്കില്ല. നിങ്ങൾ ആ സ്വഭാവം കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ അലോക ജയിലിലാണ്. ഈ ഒരു അവസ്ഥ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ അവൻ ഇങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ ചെയ്തു എന്ന് ആനന്ദേട്ടൻ അറിഞ്ഞാലേ ചെയ്യൂല, അവൻ നമ്മളെപ്പോലെ അല്ല. അപ്പോൾ വെറുതെ ഇപ്പോൾ ഉള്ള പ്രശ്നത്തിൻ്റെ പുറത്തൂടെ പുതിയൊരു കുടുംബ പ്രശ്നം ഉണ്ടാക്കിയിടണോ മീനാക്ഷി? സമയവും സന്ദർഭവും വരുമ്പോൾ എപ്പോഴെങ്കിലും നമുക്കത് പറയാം, ഇപ്പം നീ അത് ഇതിൻ്റെ ഇടയിൽ കൊണ്ട് അതുകൊണ്ട് ഇടരുതേ. അപ്പോൾ മീനാക്ഷി ആലോചിക്കുന്നുണ്ട്, ആകാശ് പറഞ്ഞതിൽ കാര്യമുണ്ട്, ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിനും പോകുന്നില്ല. ശരി, എന്നാൽ പിന്നെ നമുക്കൊരു നല്ല തണുപ്പുണ്ട്, നമുക്ക് കിടന്നാലോ വാടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷിയെ വിളിച്ചുകൊണ്ട് പോകാട്ടോ ഉറങ്ങാനായിട്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അനുമോളെയും കൂട്ടി വന്ന് ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ച് ഗോമതി നടന്ന് പോകുമ്പോൾ അയൽവക്കത്തുള്ള 2 പെണ്ണുങ്ങൾ വന്ന് വലിയ സഹതാപം നടിക്കുക കേട്ടോ. എന്നാലും അനുമോളെ, നീ ചെയ്തത് ശരിയായില്ല. നിൻ്റെ അച്ഛനും അമ്മയും ഇത്ര നല്ല കല്യാണാലോചന കൊണ്ടുവന്നത്, എന്നിട്ട് നീ എന്താ കാട്ടിക്കുട്ടിയത്? അലോകിനെ പോയി എടുത്തിട്ട് ഇറങ്ങിപ്പോയി. എന്ത് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ കുറ്റി കുറ്റി പറയാട്ടോ? പാവം അനുമോൾക്ക് നല്ല സങ്കടമുണ്ട്. അപ്പം നമ്മുടെ ഗോമതി പറയണത്, ഇത് അങ്ങനെയൊന്നും അല്ല സംഭവം, നിങ്ങൾ വിചാരിക്കണ പോലെയൊന്നും അല്ല.
എന്നൊക്കെ പറഞ്ഞു തിരുത്താൻ നോക്കുന്നെങ്കിലും അയൽവക്കത്തുള്ള ആളുകളല്ലേ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടും കൊണ്ട് നമ്മുടെ ധർമ്മം വരുക കേട്ടോ. ധർമ്മം വന്ന് 2 കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ? നിങ്ങളുടെ സ്വന്തം സഹോദരി എവിടെയോ എവൻ്റെയൊക്കെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നത് പല വീഡിയോകളും ഇവിടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു. വീഡിയോകൾ ഒത്തിരി നാൾ ആൾക്കാർ കാണുകയും ചെയ്തു. സ്വന്തം സഹോദരിയെ പോയി നന്നാക്കാൻ നോക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരെ. കാര്യം അവരവിടെ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുമോളുടെ എന്തോ ഒരു വീഡിയോ അലോകിൻ്റെ കയ്യിലുണ്ട്, അത് പേടിച്ചിട്ടാണ് നീ ആ കല്യാണത്തിന് സമ്മതിച്ചതെന്നും അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയോ എന്നൊക്കെ അവിടെ നിന്ന് പറയാം. പക്ഷേ നമ്മുടെ അനുമോളൊക്കെ കേട്ട് തകർന്നു പോയി. അതാണ് നമ്മുടെ ധർമ്മൻ കേട്ടിട്ട് വരുന്നത്. അതുകൊണ്ട് അതേ സ്പോട്ടിൽ തന്നെ അവർക്ക് നല്ല തിരിച്ചൊരു മറുപടി കൊടുത്തിട്ട് പറയാനുണ്ട്, അവനവൻ്റെ കുടുംബം നന്നാക്കിയിട്ട് വേണം മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി ഇടപെടാൻ. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആലോചിച്ചോളാം, മനസ്സിലായോ? നമ്മൾ കുടുംബക്കാരാണ്, നമ്മൾ ആലോചിക്കാം, നിങ്ങൾ വിഷമിക്കേണ്ട, അന്ന് മര്യാദയ്ക്ക് പോയ ചേച്ചിമാരെ എന്നും പറഞ്ഞ് അവരെ വിരട്ടി വിടുക കേട്ടോ. അപ്പം അനുമോൾക്ക് അങ്ങനെ ഒരു സഹായമായിട്ട് വന്നപ്പോൾ അനുമോൾക്ക് വലിയ സന്തോഷമായി. ഉടനെ തന്നെ ഗോമതി നമ്മുടെ ധർമ്മനോട് പറയാം, ധർമ്മ നീ വീട്ടിലേക്ക് വാ മോനെ, എന്തിനാണ് ഞങ്ങളോട് പിണങ്ങി നിൽക്കുന്നത്? ഞാനെങ്ങും വരുന്നില്ല ചേച്ചി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അനുമോള് പറയാം, മാമ എനിക്ക് വേണ്ടിയെങ്കിലും ഈ അനിക്കുട്ടിക്ക് വേണ്ടിയെങ്കിലും മാമൻ തിരിച്ചു വരണം, എന്നാലേ ആ വീട് പൂർണ്ണമാവുള്ളൂ. മോളെ നിങ്ങളോടൊന്നും എനിക്ക് വൈരാഗ്യം വിരോധമൊന്നുമില്ല, പക്ഷേ എനിക്ക് ചില ആൾക്കാരോട് പൊറുക്കാൻ പറ്റുന്നില്ല. ഞാൻ കള്ളനാണെന്ന് വിചാരിച്ച ചില ആൾക്കാർ, അതായത് എൻ്റെ ചേച്ചിയും അളിയനൊക്കെ തന്നെ, അവരോടൊന്നും എനിക്ക് പൊറുക്കാൻ പറ്റില്ല. അങ്ങനെ മനസ്സിൽ എൻ്റെ ദേഷ്യം വച്ചുകൊണ്ട് എനിക്കിനി തിരിച്ചു വന്നാലും പഴയ സ്നേഹത്തോടു കൂടി അവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ധർമ്മം പറയുമ്പോൾ നമ്മുടെ ഗോമതി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. എടാ ഞാനന്ന് വെറുതെ പറഞ്ഞതല്ലടാ, നീ തിരിച്ചു പാടാന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ ധർമ്മൻ അതൊന്നും സമ്മതിക്കുന്നില്ല. ഇതാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്